ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ സെമസ്റ്റർ 2 എക്സാമൊക്കെ തുടങ്ങി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അപ്ലൈഡ് ഫിസിക്സ് 2 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അതിനർത്ഥം ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കൂ എന്നല്ല, ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പഠിക്കണം. ഇത് എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറെക്കുറെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ മൊഡ്യൂൾ 1 പറഞ്ഞിട്ടോ. മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും ലോജിറ്റ്യൂണൽ വേവിൻ്റെയും ഒരു കമ്പാരിസൺ. എന്താ ട്രാൻസ്വേഴ്സ് വേവ്, എന്താണ് ലോജിറ്റ്യൂണൽ വേവ്? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വേവ് 2 ടൈപ്പാണ്, ട്രാൻസ്വേഴ്സ് വേവും ലോജിറ്റ്യൂണൽ വേവും. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺ പറയുമ്പോൾ നിങ്ങൾ ആദ്യം വരയ്ക്കുന്നത് ഫിഗറാണ്. ഇവിടെ നോക്കാം, ഇതുണ്ടോ, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ഫിഗർ എങ്കിൽ അതാണെന്ത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കാം, ഇവിടെ വേവ് എവിടുക്ക പോണത് ഉണ്ടോ, ഇത് ഇങ്ങനെ 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 പറഞ്ഞാൽ എവിടുക്ക പോണ്, വേവ് ഇങ്ങനെയാണ് പോണത്. വേണമെങ്കിൽ നമുക്ക് എക്സ് ഡയറക്ഷനിലാണ് വേവ് എന്ന് പറയാം, അല്ലേ? ഇനി ഈ വേവിൽ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഉണ്ട്, ആ സാധനം എങ്ങോട്ടാണ് പോണത്, ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട്, ഇവിടെ എത്തുമ്പോൾ മേലേക്ക്, ഇവിടെ എത്തുമ്പോൾ താഴത്തേക്ക്, ഇവിടെ എത്തുമ്പോൾ മേലേക്ക്, ഒന്ന് താഴത്തേക്ക്, അല്ലേ? അതായത് ഇവിടെ എത്തും, പിന്നെ ഇവിടെ പോവും, പിന്നെ ഇവിടെ വരും, പിന്നെ ഇവിടെ പോവും, പിന്നെ വരും. എന്ന് വെച്ചാൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എവിടേക്കാണ്, മേലേക്കും താഴത്തേക്കും. വേവ് പോണ എങ്ങോട്ടാണ്, ഇങ്ങോട്ടും. എന്ന് പറഞ്ഞാൽ ഈ രണ്ടും തമ്മിൽ ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി അല്ലേ? നമ്മൾ എന്താ പറയാ, ഇതും ഇതും മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയി. ഒന്നാമത്തെ പോയിന്റ് ഫിഗർ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, പ്രൊപ്പഗേഷൻ ആൻഡ് ഡയറക്ഷനും വൈബ്രേഷനും. വൈബ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക, അങ്ങനെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. വൈബ്രേഷനും എന്തായിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, നമ്മൾ ആ പോയിന്റ് നോക്കാം. നമുക്ക് ഒന്നാമത്തെ പോയിന്റ് എന്താണ് കണ്ടോ, പാർട്ടിക്കിൾ വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ വേവ് എടുക്കാണ് പോണ്, അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിന്റെ പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ക്രസ്റ്റും അതുപോലെ ട്രഫും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയർന്ന ഭാഗമാണ് ക്രസ്റ്റ്, ഇതാണ് ക്രസ്റ്റ്. ഈ താഴ്ന്ന ഭാഗമാണ് ട്രഫ്. ട്രസ്റ്റും ക്രസ്റ്റ് വരെ ഉണ്ട്, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ 3 പോയിന്റ് ആയി, ഫിഗറായി, പിന്നെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു, അതുപോലെ ട്രഫും ക്രസ്റ്റും എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് അതിനെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. സാധാരണഗതിയിൽ ലൈറ്റ് വേവ്, അതുപോലെ മൈക്രോവേവ്, ഹീറ്റ് വേവ്, വാട്ടർ വേവ്, ഇതൊക്കെ എന്താണ്, ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇത്രയും നോട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ലോജിറ്റ്യൂണൽ വേവ്. ഈ ലോജിറ്റ്യൂണൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, അതായത് പ്രൊപ്പഗേഷൻ ഇങ്ങോട്ട്, വൈബ്രേഷൻ ഇങ്ങോട്ടോ അല്ലെ ഇങ്ങോട്ടോ, എന്ന് വെച്ചാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, ഇങ്ങോട്ട് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല, വേവ് അങ്ങോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഇതിന് പാരലൽ ആയിട്ട് തന്നെയാണ് അതിന്റെ വൈബ്രേഷൻ. ഇത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയാൻ എന്താണ്, സ്പ്രിങ് അല്ലേ? സ്പ്രിങ് നിങ്ങൾ ഞെക്കിയിട്ട് വിട്ട് കഴിഞ്ഞാൽ ആ സ്പ്രിങ്ങിന്റെ പാർട്ടിക്കിൾ എങ്ങനെ പോവാ, അല്ലെ? എക്സും വൈയും ഡയറക്ഷനിലേക്കായി പോവാ, എന്ന് വെച്ചാൽ ഇങ്ങോട്ടും 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 പോവാ. അപ്പോൾ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻ, അതാണ് ഇതിന് എക്സാമ്പിളായി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയാണ് ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിന് പ്രൊപ്പഗേഷൻ ഇങ്ങോട്ടാണ്, വൈബ്രേഷൻ എങ്ങോട്ടാണ്, അതും ഇങ്ങോട്ടും അങ്ങോട്ടും തന്നെയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് രണ്ടും എന്താണ്, പാരലൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് നോക്കാം, പാർട്ടിക്കിൾ വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ്. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് പറയാവുന്നത് എന്താണ്, അവിടെ എന്തുണ്ട്, കംപ്രഷനും അതുപോലെ റിഫ്രാക്ഷനുമാണ്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക, എന്ന് വെച്ചാൽ ഇത് രണ്ടും എന്ത് ചെയ്യുക, ഇങ്ങനെ കൂടിയിരിക്കുക. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും എന്തുണ്ട്, ഇതിന് ഉണ്ട് എന്നുള്ളതാണ്. കംപ്രഷനും ഉണ്ട്, അതുപോലെ റിഫ്രാക്ഷനും ഉണ്ട്. റിഫ്രാക്ഷനും കംപ്രഷനും ഇതിലുണ്ട് എന്നുള്ളതാണ്. ഇനി അതിൽ 2 എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. പ്രധാനമായ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൗണ്ട് വേവ് ആണ്. സൗണ്ട് വേവ്, അതുപോലെ സെസ്മിക് വേവ്. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സാധാരണ കാണുന്ന ഏത് വേവ് എന്താണ്, ട്രാൻസ്വേഴ്സ് ആണ്. അല്ലാത്തവരിലൊക്കെ എന്താണ്, ലോജിറ്റ്യൂണൽ മനസ്സിലാക്കിയാൽ മതി. സൗണ്ട് സെസ്മിക് വേവ് മാത്രമേ പഠിക്കുന്നുള്ളൂ, മറ്റതൊക്കെ എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഈ ട്രാൻസ്വേഴ്സ് വേവിനെയും അതുപോലെ തന്നെ ലോജിറ്റ്യൂണൽ വേവിനെയും കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് കാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് ആണ്. ഈ വേവിന് കുറച്ച് കാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പ്രത്യേകതകളൊക്കെ ഉണ്ട്. വേവിന് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. ലെങ്ത് ഒന്നുമില്ല, നമ്മൾ വേവ് വരയ്ക്കാം, സാധാരണ വേവ് വരയ്ക്കുന്ന ട്രാൻസ്വേഴ്സ് വേവ് വരയ്ക്കാം. ഇപ്പോൾ ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അല്ലെ? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഈ വേവിന്റെ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എവിടെന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ഇതുവരെയാണ്. എന്ന് പറഞ്ഞാൽ
ഇത് ഒന്നും കൂടി ഒന്ന് നീട്ടി വരയ്ക്കാനോ മനസ്സിലാവാൻ വേണ്ടി ഇന്നൊന്ന് കൂട്ടിക്കോ. ഇതിൻ്റെ പിന്നെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ് ഓർ ട്രഫ്. ടു ക്രസ്റ്റ് ഓർ ട്രഫ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് മുതൽ ഇതുവരെ, അല്ലെങ്കിൽ ഇത് മുതൽ ഇതുവരെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്. വേവിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, എന്തൊക്കെയാണ് വേവിലുള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ ഒന്നാമത്തത് വേവ് ലെങ്ത്താണ്. എന്താണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയാം? ലെങ്ത് എന്ന് പറയാം, അല്ലേ? അപ്പോൾ എന്താണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? ലെങ്ത് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയാണ്. എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ് ഓർ ട്രഫ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതൊരു വേവാണ്, ഇതൊരു ട്രാൻസ്വേഴ്സ് വേവാണ്. ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. എന്ന് വെച്ചാൽ എന്തുണ്ടാവും? ഒരു ക്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഒരു ട്രഫ് ഉണ്ടാവും. എന്താ അവിടെ പറഞ്ഞത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ് ആൻഡ് ട്രഫ് എന്നാണോ? എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ക്രസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ ഒരു ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് രണ്ടും എന്താണ്? വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ്സ് ഓർ ട്രഫ്സ്. ഓക്കെ, ഇതാണ് വേവ് ലെങ്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേവ് ലെങ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നും എഴുതാൻ പറ്റില്ലെങ്കിൽ ഫിഗർ വരച്ച് കാണിച്ചാൽ മതി. ഫിഗർ വരച്ചാൽ എന്ത് ചെയ്യുക? ഒറ്റയടിക്ക് ഒരു ഫിഗർ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് ഇങ്ങനെ വരച്ചാൽ ഇതെന്തായി? വേവ് ലെങ്ത് ആയി. പിന്നെ ലാംഡ എന്ന് പറയാം. പിന്നെ ലാംഡ എന്നാണ് വായിക്കട്ടോ, ലാംഡ. ഇനി അടുത്തത് നമുക്ക് നോക്കാം വേവ് വെലോസിറ്റി എന്താണെന്നുള്ളതാണ്. വേവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ ഒരു വേവ് എത്ര ദൂരം സഞ്ചരിച്ചു, അതാണെന്ത്? അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്ക് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? v = s/t ആണ്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം അല്ലേ? അപ്പോൾ ഒരു സെക്കൻഡിൽ ഇത്ര ദൂരം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എന്ത്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഫ്രീക്വൻസി. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ എത്ര വട്ടം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര വട്ടം ആ ഒരു വേവ് മേലേക്കും താഴേക്കും ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സിമ്പിൾ പെനിലത്തെ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സിമ്പിൾ പെനിലും നിങ്ങൾ ഒരു സെക്കൻഡിൽ അത് നാട്ടി വിട്ടു. അത് നാട്ടി വിടുമ്പോൾ ഒരു സെക്കൻഡിൽ അത് എത്ര വട്ടം പോയി വരുന്നു, അതാണെന്ത്? അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? F = 1/t ആണ്. ഇതാ കണ്ടോ, F = 1/t. F എന്നാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി നമ്മൾ പൊതുവേ മ്യൂന്നും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ അടുത്തതിലൊക്കെ പറയും. ഇത്രക്കാണ് നിങ്ങൾ F എന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F = 1/t ആണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ഡീറ്റെയിൽ പോകുന്നില്ല. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം മീൻ പൊസിഷൻ. അതായത് ഇപ്പോൾ ഇതൊരു വേവാണ്. ഈ വേവിൻ്റെ ഇതാണ് മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പോയിന്റ്, ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ, ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ, ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ, ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ. ആ മീൻ പൊസിഷനിൽ പാർട്ടിക്കിളിലേക്കുള്ള ദൂരം, പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുകയാണ്, ഈ പാർട്ടിക്കിളിലേക്കുള്ള ഈ ദൂരം, ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, അതാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഫിഗർ വെച്ച് കാണിച്ചാലും മതി. ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ V, F, ലാംഡ. എന്താ V എന്ന് പറഞ്ഞാൽ? V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ലാംഡ പറഞ്ഞാൽ വേവ് ലെങ്ത്. തമ്മിൽ റിലേഷനാണ്. റിലേഷൻ ഒന്നെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഓർത്ത് വെക്കുക, അതാണ് റിലേഷൻ എന്നുള്ളത്. ഓക്കെ, V = F ലാംഡ. ഇത് 3 മാർക്കും ചോദിക്കുകയാണെങ്കിൽ V = F ലാംഡ മാത്രം എഴുതിയാൽ പോലെ. അതെങ്ങനെ വന്നു കൂടി നിങ്ങൾ മെൻഷൻ ആക്കണം. ജസ്റ്റ് ഞാൻ ഓടിച്ച് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കാണേണ്ടത് എന്താണ് വെലോസിറ്റി എന്ന എക്സ്പ്രഷൻ എന്നുള്ളതാണ്. വെലോസിറ്റി പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് അല്ലേ? വേവ് ലെങ്ത് എന്നത് ഡിസ്റ്റൻസ് തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസിന് പകരം എന്ത് കൊടുക്കാം? ലാംഡ കൊടുക്കാം. ടൈമും ടൈം പീരീഡൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ ടൈം പീരീഡ് കൊടുക്കാം. അപ്പോൾ V = λ/t എന്ന് കിട്ടി. ഇനി ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, F = 1/t ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതിൽ ഈ λ/tനെ λ × 1/t എഴുതി കൂടെ. ഇതിൽ ഈ 1/tക്ക് പകരം എന്ത് കൊടുക്കാം? ഈ F കൊടുത്തൂടെ? കാരണം 1/t ഉണ്ട് ഇവിടെ. അപ്പോൾ എന്ത് എഴുതാം? നമുക്ക് V = ഒന്നുകൂടി മാറ്റി കാണിച്ചാൽ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. അപ്പോൾ V = λ × 1/t വരെ എന്ത് കൊടുക്കാം? F കൊടുക്കാം. അപ്പോൾ എന്ത് വന്നു? V = λF, അല്ലെങ്കിൽ V = F λ എന്ന് വന്നു. ഓക്കെ, അതാണ് ഈ കൊടുത്തുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അൾട്രാസോണിക് വേവ്, അതുപോലെ അതിൻ്റെ അപ്ലിക്കേഷനും ചോദിക്കാറുണ്ട് എക്സാമിന്. ഇത് ഈ 2 സാധനങ്ങൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് എന്ന് പറഞ്ഞ് എസ്സേയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക.
അപ്പോൾ അതിൽ അൾട്രാസോണിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അൾട്രാസോണിക് വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർക്ക് കേൾക്കാനുള്ള വേവിൻ്റെ ഒരു പരിധി ഉണ്ട്. അതായത് 20 ഹെഡ്സും അതുപോലെ തന്നെ 20,000 ഹെഡ്സും. അത് 20,000 ഹെഡ്സിൻ്റെയും 20 ഹെഡ്സിൻ്റെയും ഇടയ്ക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഇപ്പുറത്തേക്കുള്ള കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന വേവാണ് എന്ത്? അൾട്രാസോണിക് വേവും അതുപോലെ തന്നെ ഇൻഫ്രാസോണിക് വേവും. അൾട്രാസോണിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ഹെഡ്സിന് മുകളിലുള്ള വേവ്. സൗണ്ട് വേവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് എബോവ് 20 ഹെഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് അൾട്രാസോണിക്. ഇനി ഈ സൗണ്ട് വേവിൻ്റെ ഫ്രീക്വൻസി പറഞ്ഞത് 20 ഹെഡ്സിനൊക്കെ താഴെയാണെന്നുണ്ടെങ്കിൽ അതാണെന്ത്? ഇൻഫ്രാസോണിക് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനുഷ്യന്മാർ കേൾക്കാൻ പറ്റാത്ത ഈ രണ്ട് തരത്തിലുള്ള വേവിനെ നമ്മൾ പറയുന്നത് അൾട്രാസോണിക്കും ഇൻഫ്രാസോണിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ആക്കിച്ചാൽ മതി. എന്ത്? അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്തേക്കുക? എബോവ് 20,000 ഹെഡ്സ് എന്ന് എഴുതുക. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ ബിലോ 20 ഹെഡ്സ് എന്ന് വെച്ചാൽ മതി. ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക്കിൻ്റെ എക്കോ ഡെപ്ത് സ്കാനിങ് ഒക്കെയാണ്. നമ്മൾ ഷിപ്പിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ സോണാർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മെറ്റൽ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, സോൾഡറിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, മെറ്റൽ കട്ടിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഒരു 3 ആപ്ലിക്കേഷനുകൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി റിവർബറേഷൻ. എന്താണ് റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ? The sound heard in a hall after the source has stopped. This is the repeated reflection of sound. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റൂമിലിരിക്കുകയാണ്, ഒരു ക്ലോസ് റൂമിൽ, ഇപ്പോൾ ബാത്റൂമിൽ നിൽക്കുക. അവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഒരു മുഴക്കുണ്ടാവില്ലേ? നമ്മൾ സംസാരിച്ച് നിർത്തിക്കഴിഞ്ഞാലും അതാണ് റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സൗണ്ട് ഉണ്ടാവുക, ആ സൗണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ സൗണ്ട് അവിടെ മുഴങ്ങി കേൾക്കുക. ഇതാണ് റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ശരിക്കും നടക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് റൂമാണ് നിൽക്കുക. ഇപ്പം ഇത് റൂമാണ്. ഈ റൂമിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളൊരു സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ സൗണ്ട് എന്ത് ചെയ്യും? ഇത് വാള് തട്ടും, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടും. ആ വാളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും. ഇയാൾ ഈ സംസാരം നിർത്തിയാലും ഈ സാധനം എന്താവും? ഇതിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ ഒരു മുഴക്കുണ്ടാവുന്നത്. ശരിക്കും അവിടെ നടക്കുന്ന ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്, ഒരു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്? The sound here in a hall after source has stopped. പറയുന്ന ആൾ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്ന ആൾ നിർത്തിയാലും അവിടെ സൗണ്ട് കേൾക്കുക ഹാളിൽ. ഇതെന്ത് കാരണമാണ്? റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് കാരണമാണ്. ഓക്കെ, ഇനി ഇതിലൊരു കാര്യം പറയുന്നത് റിവർബറേഷൻ ടൈമാണ്. റിവർബറേഷൻ ടൈം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ടൈം ഫോർ വിച്ച് ദ സൗണ്ട് എക്സിറ്റ് ഇൻ റൂം ആഫ്റ്റർ ദ ഒറിജിനൽ ഹാസ് സ്റ്റോപ്ഡ്. അതായത് അവിടെ എത്ര നേരമാണ് ഇപ്പോൾ ഒറിജിനൽ സൗണ്ട് നിന്നിട്ടും അവിടെ ആ മുഴക്കം കേൾക്കുന്നത്, അതിനെ വിളിക്കുന്ന റിവർബറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ആ 2 പോയിന്റുകൾ ഓർത്തു വെക്കുക. ഇനി അടുത്തത് നമ്മൾ ഇത് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. മെത്തേഡ് ടു റെഡ്യൂസ് റിവർബറേഷൻ ടൈം. ഓക്കെ, റിവർബറേഷൻ ടൈം അല്ലെങ്കിൽ റിവർബറേഷൻ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം പ്രൊവൈഡ് എ ഫ്യൂ ഓപ്പൺ വിൻഡോസ് ആണ്. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ നമ്മൾ വിൻഡോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എക്കോ കുറവായിരിക്കും. അതുപോലെ കവർ ദ വാൾ വിത്ത് അബ്സോർബർ മെറ്റീരിയൽ. അബ്സോർബർ മെറ്റീരിയൽ നല്ല റഫായ മെറ്റീരിയലാണ് വാളിലെങ്കിൽ അവിടെ റിവർബറേഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ റഫ് ആൻഡ് ഡെക്കറേറ്റീവ് മെറ്റീരിയൽ ഓൺ ദ വാൾ ആൻഡ് സീലിംഗ് ഒക്കെ ഭയങ്കര റഫ് ആണെന്നുണ്ടെങ്കിലും അവിടെ എന്ത് വെക്കാൻ പറ്റും? റിവർബറേഷൻ കുറയ്ക്കാൻ പറ്റും. ഇതിന് സിമ്പിൾ ആലോചിച്ചാൽ നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ തിയേറ്ററിന്റെ ചുമരൊക്കെ നല്ല റഫ് ആയിരിക്കും, കാർപ്പറ്റ് ഉണ്ടാവും. അതിന് കാരണം എന്താണ്? അവിടെ എക്കോ ഉണ്ടായി കഴിഞ്ഞാൽ സിനിമ ഒന്നും കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് എക്കോ ആണ്. എക്കോ എന്ന് പറഞ്ഞാൽ റിവർബറേഷൻ പോലെ തന്നെയാണ്. ഒരൊറ്റ പ്രത്യേകത ഉള്ളൂ. നമ്മൾ റൂം എടുക്കുകയാണ്, റൂമിന്റെ സീലിംഗ് വളരെ ഹൈ ആണ്, നല്ല ഡിസ്റ്റൻസ് ഉണ്ട് സീലിംഗ് എങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് എക്കോ. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇവരൊരു ഡയലോഗ് പറയുന്നുണ്ട്, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. The time interval between hearing original sound and reflected sound is greater than 1/10 of sound. Both sound can be separated here, which is called echo. ഒന്നുമില്ല. അതായത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ടും റിഫ്ലക്റ്റഡ് സൗണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വേരിയേഷൻ, ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് 1/10 ഓഫ് സൗണ്ട് ആണ്, സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് എക്കോ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞത്. നിങ്ങൾ അന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ. ഇത് ഹാപ്പൻ ചെയ്യുന്നത് സീലിംഗ് വരെ ഹൈ ആകുമ്പോഴാണ്. അതുപോലെ ഇത് കുറക്കുന്നത് എങ്ങനെ? അബ്സോർബർ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്കോ കുറയ്ക്കാൻ പറ്റും. നമ്മൾ മലമുകളിൽ നിന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്നില്ലേ? അതാണ് എക്കോ. റൂമിൽ ഉണ്ടാക്കണത് റിവർബറേഷൻ. മാറിപ്പോരുത്. ഓക്കെ, രണ്ട് പോയിന്റുകൾ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എസ്സേ ആണ് പറയാൻ പോകുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് 2 തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ ഡയമീറ്റർ. ഇത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എഴുതേണ്ടത് ഒരു ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഫിഗർ ആണ്. ഈ ഫിഗറിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, കാരണം പറയാൻ സമയമില്ല. നിങ്ങൾ ഈ ഫിഗർ ഒന്ന് വരച്ചു വെക്കാം. ഇതിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് എന്തിരിക്കണം?
എക്സും വൈയും അതുപോലെ പിന്നെ ഈ ഒരു ഒ പിയും ഈ ഒരു ആംഗിൾ തീറ്റയും ഈ ഒരു എയും എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 3 എക്സ്പ്രഷൻസ് ആണ്. അതായത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ്പ്രഷൻസ്, അടുത്തത് വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ, അടുത്തത് ആക്സലറേഷന്റെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അത് റെഗുലർ ഇന്റർവൽ ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. ഓക്കെ, അതൊക്കെ നമ്മൾ അറിയാമല്ലോ, സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷൻ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഇത് സംഭവമാണ്. ഇത് പഠിച്ചു വെക്കാം. എന്താണ്? y = a sin ω t ആണ് അതിന്റെ ഇക്വേഷൻ. എന്ത്? ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ. വേറെ ഒന്നും നോട്ട് ചെയ്ത് വെക്കണ്ട, ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെറിവേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എന്താണ്? a sin ω t ആണ് അല്ലേ? a sin ω t ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് y അല്ലേ? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dy/dt എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ എങ്ങനെ വരും? d/dt ഓഫ് y എഴുതാം. ഇവിടെ y അല്ലത്, ആ y എന്താണ്? a sin ω t എന്ന് എഴുതാം. അപ്പോൾ ആ സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തുള്ളത്. നോക്കാം. dy/dt = dy/dt a sin ω t. ഈ a എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. d/dt ഓഫ് sin ω t മാത്രം വരും. നിങ്ങൾക്ക് മാത്സ് പഠിച്ചിട്ടുണ്ട്. sin ω ഡെറിവേറ്റീവ് എന്താണ്? cos ω t ആണ് അല്ലേ? cos ω t ഇൻറ്റു ω വരും. അതെങ്ങനെ വരുന്നത് അല്ലേ? ആദ്യം sin ω എടുക്കുമ്പോൾ എന്ത് വരും? sin ω t വരുമ്പോൾ sin ω യുടെ cos ω t. ω t മാത്രം ചെയ്യുമ്പോൾ അവിടെ ω മാത്രം വരും. t ക്യാൻസൽ ആയി പോകും. അങ്ങനെ dy/dt = a ω cos ω t എന്ന് വരും. ഇനി ആക്സലറേഷൻ കാണുമ്പോൾ എന്ത് ചെയ്യുക? ഇതിന് വീണ്ടും ഡെറിവേറ്റീവ് എടുക്കാം. എന്ന് പറഞ്ഞാൽ എന്ത് വരിക? d/dt ഓഫ് dy/dt എന്ന് വെച്ചാൽ d/dt ഓഫ് dy/dt എന്താ? കുറച്ച് മേലെ എഴുതിയിട്ടുണ്ട് നമ്മൾ, കുറച്ച് മേലെ ഉണ്ട്. എന്താണ്? സോറി, അല്ലേ? അത് ഇവിടെ എഴുതിയത് d/dt വരെ എന്ത് ചെയ്യുക? a ω cos ω t വരും. അപ്പോൾ d/dt a കോൺസ്റ്റന്റ് ആണ്, ω കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. a ω d/dt cos ω t. ഇനി cos ω t ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് sin ω t ഇൻറ്റു ω ആണ് അല്ലേ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ω ഉണ്ട്, ഇവിടെ ഒരു ω ഉണ്ട്, ഓൾറെഡി ഇവിടെ ഒരു ω ഉണ്ട്. രണ്ടും കൂടി ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? ω² എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? മൈനസ് a ω² sin ω t എന്ന് വരും. ഇനി a sin ω t എന്ന് പറഞ്ഞാൽ എന്താണ്? y ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് നോക്കാം. ഇവിടെ എന്തുണ്ട്? a ഉണ്ട്, sin ω t വേറെ എന്ത് കൊടുക്കാം? y എന്ന് കൊടുക്കാം. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നതും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ 3 പോയിന്റ് ഉണ്ടായിരിക്കണം. പിന്നെ നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ a എന്ന് പറയുന്നത് ആക്സലറേഷൻ എപ്പോഴും ടുവേർഡ്സ് ദ ഫിക്സ്ഡ് പോയിന്റ് ആവുന്നതാണ് നെഗറ്റീവ് സൈൻ വരുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മളൊരു സിമ്പിൾ പെണ്ണിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ പോയി ഇവിടുത്തെ തിരിച്ചു വരിക എന്നിട്ട് തന്നെ, ഇതിങ്ങനെ പോയാൽ തിരിച്ചെടുക്കുക വരിക എന്നിട്ട് തന്നെ, അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്. ഇതാണ് SA. അപ്പോൾ ഇതിൽ SA ആയിട്ട് ചോദിച്ച് കണ്ടുള്ളത് ഒന്ന് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡെറിവേഷനും, മറ്റൊന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവില്ലേ ആ സാധനമാണ്. അതൊക്കെ 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റൻസ് ആണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റൻസ് ആണ് മൊഡ്യൂൾ 1 ഉള്ളത്. അപ്പം നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം.